ഇനി നമ്മൾ നോക്കുന്നത് 28ാമത്തെ ചോദ്യമാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഏരിയ ഇൻ സ്ക്വയർ യൂണിറ്റ് ഓഫ് ദ പാർട്ട് ഓഫ് ദി സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 169 വിച്ച് ഇസ് ബിലോ ദ ലൈൻ 5x മൈനസ് വൈ ഈക്വൽ ടു 13 ഈസ് നമുക്ക് എത്രയാണ് തന്നിട്ടുണ്ട്. വേർ ആൽഫ ആൻഡ് ബീറ്റ ആർ കോപ്രൈം നമ്പേഴ്സ് ദെൻ ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു എത്രയാണ് നമ്മൾ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്ത് എന്താണ് വന്നിരിക്കുന്നത്? സർക്കിളിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, ദെൻ ലൈനിന്റെ ഇക്വേഷൻ ഉണ്ട്, ദെൻ ഏരിയയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്റഗ്രേഷൻ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു മിക്സഡ് കോൺസെപ്റ്റ് ആണ് ഈ ക്വസ്റ്റിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ സർക്കിൾ ഒന്ന് വരയ്ക്കാം. ഓക്കെ, സർക്കിളിന്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ പ്ലസ് നമ്മുടെ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 13 സ്ക്വയർ എന്നാണ്. അപ്പോൾ നമുക്കറിയാം റേഡിയസ് 13ഉം സെന്റർ 0 0 ആയിട്ടുള്ള ഒരു സർക്കിൾ ആണത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ സർക്കിൾ ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്യുന്നു. ഓക്കെ, സർക്കിൾ ഞാൻ വരച്ചു. ദെൻ നെക്സ്റ്റ് എന്താ വരുന്നത്? നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇത് 0 0 ആണ്. ദെൻ ഇത് 13 0 ആണ്. ഇത് വന്നിട്ട് 0 മൈനസ് 13 ആണ്. ഇത് 0 13 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ പ്ലോട്ട് ചെയ്തു. ഇനി നമ്മളോട് ഒരു ലൈനിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഏരിയ ഓഫ് ദ പാർട്ട് ഓഫ് ദി സർക്കിൾ ബിലോ ദി ലൈൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ലൈനിന്റെ താഴ്ഭാഗത്തുള്ള സർക്കിളിന്റെ ഏരിയയുടെ പാർട്ട് അല്ലെ, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഈ ലൈൻ ഏതിൽ കൂടെ പാസ് ചെയ്യുന്നത് നമുക്ക് നോക്കണം. നമ്മുടെ ലൈനിന്റെ ഇക്വേഷൻ എന്താണ്? 5x മൈനസ് വൈ ഈക്വൽ ടു 13 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ y0 ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ x നമുക്ക് എത്ര കിട്ടും? 13/5 എന്നൊരു വാല്യൂ കിട്ടും. അപ്പോൾ നമ്മുടെ x ആക്സിൽ അത് 13/5 എന്ന് പറഞ്ഞ പോയിന്റ് കൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്. ദെൻ എക്സിന് നിങ്ങൾ 0 കൊടുത്തു കഴിഞ്ഞാൽ y നമുക്ക് എത്ര കിട്ടും? -13 കിട്ടും. അപ്പോൾ എന്തായാലും ആ ലൈൻ എങ്ങനെയായിരിക്കും പാസ് ചെയ്യുന്നത്? ഇതാണ്ട് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ ആയിരിക്കും പാസ് ചെയ്ത് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ ലൈൻ ഞാനൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ ലൈന് പാസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ ഇതിനകത്ത് സംശയമൊന്നുമില്ലല്ലോ. അപ്പം ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത്? ഈ പോയിന്റ് എന്ന് പറയുന്നത് 13/5 0 എന്നുള്ളതായിരിക്കും ഈ പോയിന്റ് വരുന്നത്. ദെൻ നമുക്ക് ദാണ്ട് ഇവിടെ ഒരു ഇന്റർസെക്ഷൻ പോയിന്റ് കിട്ടുന്നുണ്ട്, അത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ദെൻ ഏരിയ എന്നിവിടെ പറയുന്നത് എന്താണ്? ഈ റീജിയന്റെ ഏരിയയുടെ കാര്യമാണ് നമ്മളോട് പറയുന്നത്. മനസ്സിലായോ മക്കളെ? ഈ റീജിയന്റെ ഏരിയയുടെ കാര്യമാണ് നമ്മളോട് പറയുന്നത്. ഏരിയ ബിലോ ദി ലൈൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പം അത് നമുക്ക് മനസ്സിലായി എന്താണെന്നുള്ളത്. ഇനി അതാണ് നമുക്ക് തന്നിട്ടുള്ളത് ഏരിയ അല്ലെ, ഏരിയ ഇൻ സ്ക്വയർ യൂണിറ്റ് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു റീജിയന്റെ ഏരിയ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ആ റീജിയന്റെ ഏരിയ മാത്രമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം ഇതൊരു സെമി സർക്കിൾ ആണ് അല്ലെ. ഓക്കെ, ഇതൊരു സെമി സർക്കിൾ ആണ്. അതിന്റെ അകത്ത് നോക്കിക്കേ, ഇവിടെ ഒരു ഇന്റർസെക്ഷൻ പോയിന്റ് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങോട്ടൊന്ന് ജോയിൻ ചെയ്യാമല്ലോ. നോക്കിയേ, ഇത് ഇങ്ങോട്ടേക്കൊന്ന് ജോയിൻ ചെയ്തു നമ്മൾ. അപ്പോൾ നമുക്ക് ഈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. സർക്കിളിന്റെയും ലൈനിന്റെയും കൂടെ ഇന്റർസെക്ഷൻ വരുന്ന പോയിന്റ് ആണ് അത്. അപ്പോൾ നമുക്ക് ആ കോർഡിനേറ്റ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കി, ഇവിടെ ഒരു ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ദാണ്ട് ഇവിടെ ഒരു കുട്ടി പോർഷൻ ഉണ്ട് അല്ലെ. അപ്പം ഇതിന്റെ ടോട്ടൽ സെമി സർക്കിളിന്റെ ഏരിയയിൽ നിന്ന് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയയും ഈ പോർഷന്റെ ഏരിയയും സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ പോർഷന്റെ ഏരിയ കിട്ടും. ആ ഏരിയ എന്ന് പറയുന്നതാണ് ഈ തന്നിരിക്കുന്ന വാല്യൂ. ക്ലിയർ ആണോ? അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനോട് ഇത് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ആൽഫയും ബീറ്റയും കിട്ടും. അങ്ങനെയാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ കോർഡിനേറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആ കോർഡിനേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ലൈനിന്റെ ഇക്വേഷൻ നമുക്കറിയാം, അതിന്റെ ഇന്റർസെക്ഷൻ പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞത് 5x മൈനസ് വൈ ഈക്വൽ ടു 13 എന്നാണ്. ക്ലിയർ ആണല്ലോ? അപ്പം ഇതിനകത്ത് നമുക്ക് y ഈക്വൽ ടു എങ്ങനെ എഴുതാം? 5x മൈനസ് 13 എഴുതാൻ പറ്റും. ദെൻ സർക്കിളിന്റെ ഇക്വേഷൻ നമുക്ക് എന്താണെന്നറിയാം. എന്താ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 169 എന്നാണ്. അതിനകത്ത് വൈ സ്ക്വയറിന് പകരം ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? 5x മൈനസ് 13 ഹോൾ സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 5x മൈനസ് 13 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 169 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുകയാണ് നമ്മൾ. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് 25 എക്സ് സ്ക്വയർ പ്ലസ് 169 മൈനസ് 2 ഇൻറ്റു 5x ഇൻറ്റു 13 ഈക്വൽ ടു 169 എന്ന് വരും. ഓക്കെ, 169 രണ്ടിടത്ത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ദെൻ ബാക്കി വരുന്നത് എന്താണ്? 26 എക്സ് സ്ക്വയർ എന്ന് വരും. 26 എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 5 എന്ന് പറയുമ്പോഴത്തേന് 10 ആണ്. 10 ഇൻറ്റു 13 എന്ന് പറയുമ്പോഴത്തേന് 130 വരും. 130 എക്സ് അല്ലെ, 130 എക്സ് ഈക്വൽ ടു 0 ആണ്. ദെൻ 130 എക്സ് ഉണ്ട്, 130 എക്സ്. ഓക്കെ,
130x ഈക്വൽ ടു നമുക്ക് 0 എന്ന് വരും. ദെൻ 26x² ഈക്വൽ ടു 130x. എക്സ് വെച്ചും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 26x ഈക്വൽ ടു 130 എന്ന് വരും. ദെൻ ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ അറിയാം 130/26. ഓക്കെ, 130/26 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 5 എന്ന് കിട്ടും. വാല്യൂ എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 5 കിട്ടി. ക്ലിയർ ആണല്ലോ? എക്സിന്റെ വാല്യൂ 5 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനകത്ത് തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5 ഇൻറ്റു എക്സിന്റെ വാല്യൂ 5 ആണ്, മൈനസ് y ഈക്വൽ ടു 13 ആണ്. അപ്പോൾ 25 മൈനസ് y ഈക്വൽ ടു 13 വരും. ദെൻ വൈയുടെ 13 വരും. ദെൻ വൈയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 12 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പം ഇത്രയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മുടെ ആ ഇന്റർസെക്ഷൻ പോയിന്റിന്റെ കോർഡിനേറ്റ് കിട്ടുന്നത്. എത്രയാണ് നമുക്ക് കോർഡിനേറ്റ് വരുന്നത്? 5, 12 എന്നാണ് നമ്മുടെ ഇന്റർസെക്ഷൻ പോയിന്റ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് ആ ടോട്ടൽ സെമി സർക്കിളിന്റെ ഏരിയ അല്ലെ πr²/2 നിന്ന് നമ്മൾ എന്തൊക്കെ സബ്ട്രാക്ട് ചെയ്യണം? ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഏരിയയും ഈ ഒരു പോർഷന്റെ ഏരിയയും നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഏരിയ കിട്ടണമെങ്കിൽ 1/2 × BH ആണ് അല്ലെ. അപ്പോൾ ബേസും ഹൈറ്റും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ബേസും ഹൈറ്റും കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ഇതേണ്ട കോർഡിനേറ്റ് 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 വരും. ദെൻ ഈ ഡിസ്റ്റൻസ് എത്ര വരും മക്കളെ? ഈ ഡിസ്റ്റൻസ് 13 ആണ് അല്ലെ, 13 ആണ്. ദെൻ ഈ ഡിസ്റ്റൻസ് നമുക്ക് ഈ കോർഡിനേറ്റിൽ നിന്ന് മനസ്സിലാക്കും 12 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത്? 25 ആണ് അല്ലെ. അപ്പം ഇത് നമുക്ക് 12 ആണ്, ഇത് നമുക്ക് 13 ആണ്. അപ്പം ടോട്ടൽ 25 കിട്ടി. അപ്പം 1/2 നമുക്ക് എന്ത് കിട്ടി? 5 × 25 ആണ് ട്രയാംഗിളിന്റെ ഏരിയ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ πr²/2 ആണ്. അവിടെ ആറ് നമുക്കറിയാം, 13 ആണെന്നറിയാം. അപ്പം അത്രയും കാര്യങ്ങൾ നമുക്ക് ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ഏരിയ, റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇതിലേക്ക് ഏരിയ. ഓക്കെ, റിക്വയർഡ് ഏരിയ. ഓക്കെ, റിക്വയർഡ് ഏരിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? πr². അപ്പൊ r എന്ന് പറഞ്ഞാൽ 13 ആണ്. 13² അല്ലെ, സെമി സർക്കിളിന്റെ ഏരിയ അല്ലേ. സെമി സർക്കിളിന്റെ ഏരിയ മൈനസ് നമുക്ക് എന്തൊക്കെയാണ്? നമുക്ക് ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, ഇതാണ് സെമി സർക്കിള്. ഇതിൽ നിന്ന് നമ്മൾ ഈ ഏരിയയും സബ്ട്രാക്ട് ചെയ്താലേ നമുക്ക് ഈ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ കിട്ടുള്ളൂ. അതാണ് ഇപ്പൊ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ട്രയാംഗിളിന്റെ ഏരിയ അറിയാലോ, 1/2 × BH. അപ്പൊ 1/2 അറിയാം, ബിയും അറിയാം, എച്ചും അറിയാം അല്ലെ. അപ്പൊ 1/2 × ബി നമുക്ക് എത്ര കിട്ടുന്നത്? ബേസ് എന്ന് പറഞ്ഞാൽ 5 ആണ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25 ആണ് അല്ലെ. ഓക്കെ, അത് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? മറ്റേ ആ കുഞ്ഞു പോർഷൻ, ആ കുട്ടി പോർഷനെയും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? നോക്കിക്കേ, ഈ ഒരു പോർഷനാണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രേഷൻ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നോക്കിയേ, 12 to 30 ഇന്റഗ്രൽ 12 to 30. ദെൻ വൈയുടെ ഫോമിലേക്ക് നമ്മൾ അതിനെ മാറ്റണം. അത് dy ഫോമിലേക്ക് മാറ്റുമ്പോൾ എന്ത് വരും? നോക്കിക്കേ, നമ്മുടെ ഇക്വേഷൻ നോക്കി, x² + y² ഈക്വൽ ടു 169 എന്നായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? x² ഈക്വൽ ടു നമുക്ക് എന്താ വരുന്നത്? 169 മൈനസ് y² എന്ന് വരും അല്ലേ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് x ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 169 മൈനസ് y² എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഏരിയ എങ്ങനെ എഴുതാൻ പറ്റും? ഇന്റഗ്രൽ 12 to 13 √169 മൈനസ് y² ഇൻറ്റു dy. പറഞ്ഞത് മനസ്സിലായോ എങ്ങനെ എഴുതിയെന്ന്? ഓക്കെ, അപ്പൊ ഈ ഒരു പോർഷന്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേടാ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? x² + y² ഈക്വൽ ടു 169 എന്ന് പറയുന്നതാണ് നമ്മുടെ സർക്കിളിന്റെ ഇക്വേഷൻ. അതിനകത്ത് നമ്മൾ x² ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്തു? 169 മൈനസ് y² എന്ന് എഴുതി. ദെൻ എക്സിന്റെ വാല്യൂ നമ്മൾ √169 മൈനസ് y² എന്ന് എഴുതി. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? നമുക്ക് അതിന്റെ ഏരിയ കിട്ടും, ആ പോർഷന്റെ. അപ്പം ഇത്രയാണ് ആ പോർഷന്റെ ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ മതി. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. നമുക്ക് നോക്കാം എന്താ കിട്ടുന്നതെന്ന്. ഓക്കെ, π × 13² എന്ന് പറയുമ്പോഴത്തേന് 169 π ഡിവൈഡഡ് ബൈ 2 മൈനസ് 1/2 × 5 × 25. അപ്പൊ 25 × 5 എന്ന് പറഞ്ഞാൽ 125 ആണ്. അപ്പൊ 125 ഡിവൈഡഡ് ബൈ 2 പ്ലസ് നമ്മൾ ഇതാണ്ട്, ഇത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ, ഫോർമുല, ഇന്റഗ്രേഷന്റെ ഫോർമുല നമുക്കറിയാവുന്നതാണ്. അപ്പം അത് ഡയറക്റ്റ് നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡയറക്റ്റ് അപ്ലൈ ചെയ്യാണ് നമ്മൾ. അപ്പൊ എന്തിടാം? y/2 അല്ലെ, y/2 √169 മൈനസ് y² പ്ലസ് ദെൻ അടുത്ത എന്ത് വരും? 169/2 സൈൻ ഇൻവേഴ്സ് ദെൻ y/13 എന്ന് വരും. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റ് അപ്ലൈ ചെയ്യണം.
12 to 13 ആണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? 12 to 13 അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമ്മൾ കൊടുത്തു. ക്ലിയർ ആണല്ലോ? ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ ആൻസർ കിട്ടും. ദെൻ നമുക്ക് തന്നിരിക്കുന്ന ഏരിയ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ കിട്ടും. ദെൻ ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനുള്ള ഒറ്റ ടാസ്ക് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ അടുത്ത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? തന്നു നോക്കിയേ. 169 പൈ ബൈ 2 മൈനസ് 125 ബൈ 2 മൈനസ് ബ്രാക്കറ്റിനകത്ത് ഈ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ 13 കൊടുത്തു കഴിഞ്ഞാൽ 13/2 ഇൻറ്റു റൂട്ട് ഓഫ് 169 മൈനസ് 13 സ്ക്വയർ. അപ്പോൾ അതെന്തായി മാറും? 169 മൈനസ് 169 0 ആയി പോകും. അപ്പോൾ ഈ പോർഷൻ ഇല്ല. ദെൻ ഇവിടെ വരുമ്പോഴത്തേക്കിനോ 13/13 എന്ന് പറയുമ്പോഴത്തേന് 1 ആകും. അപ്പോൾ 169/2 സൈൻ ഇൻവേഴ്സ് 1 എന്ന് വരും. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 169/2 π/2 എന്ന് എഴുതാൻ പറ്റും. മൈനസ് ഇനി നമ്മൾ എന്ത് എടുക്കുന്നു? ലോവർ ലിമിറ്റ് ആയി 12 കൊടുക്കുന്നു. അപ്പോൾ 12/2 എന്ന് പറയുമ്പോഴത്തേന് 6 വരും. ദെൻ റൂട്ട് ഓഫ് 169 മൈനസ് then 12 സ്ക്വയർ എന്ന് വരും. ദെൻ അത് നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് റൂട്ട് 25 എന്ന് കിട്ടും. ദെൻ റൂട്ട് 25 എന്ന് പറഞ്ഞാൽ 5 ആണ് അല്ലേ? അപ്പം നമുക്ക് എന്ത് കിട്ടും? 6 ഇൻറ്റു 5 പ്ലസ് 169/2 സൈൻ ഇൻവേഴ്സ് 12/13 നമുക്ക് കിട്ടും. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുക. ഇനി സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പമാണല്ലോ മക്കളെ. ഇതിനെ ഒന്ന് നിങ്ങൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് 30 കിട്ടും നമുക്ക്. ദെൻ ഇത് നമുക്ക് ഒന്നുകൂടെ എഴുതാം. 169 π/2 minus 125/2 minus 169 π/4 minus 30 plus 169/2 sin inverse 12/13 നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇത് നിങ്ങൾ എന്ത് ചെയ്യാണ്? ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടുമെന്ന് നോക്കാം. ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എന്ത് വരും? ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 169 π/4 മൈനസ് 65/2 പ്ലസ് 169/2 സൈൻ ഇൻവേഴ്സ് 12/13 വരും. അതായത് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ 120 മൈനസ് 125 ദെൻ പ്ലസ് 30 വരും. അത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മൈനസ് 65/2 എന്ന് വരും. ദെൻ ഇവിടെ നിങ്ങൾക്ക് 169/2 മൈനസ് 169/4 ആണ്. 169 π/4 ആണ്. നിങ്ങൾ ചെയ്യുമ്പോൾ 169 π/2 എന്ന് തന്നെ കിട്ടും. ദെൻ ബാക്കി ഇത് മാത്രമേ നമുക്ക് റിമൈനിങ് ഉള്ളൂ. എത്രയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? ദെൻ നമുക്ക് തന്നിരിക്കുന്ന ഏരിയ, നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന ഏരിയ ഒന്ന് നോക്കിക്കേ. എത്ര വരും? പൈ ആൽഫ ബൈ 2 ബീറ്റ മൈനസ് 65/2 പ്ലസ് ആൽഫ ബൈ ബീറ്റ സൈൻ ഇൻവേഴ്സ് 12/13. അതുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇതൊന്ന് ഇക്വേറ്റ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതുമായിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ഇക്വേറ്റ് ചെയ്യുവാണ്, ഒന്ന് കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ എന്താ വരുന്നത്? പൈ ആൽഫ ബൈ 2 ബീറ്റ മൈനസ് 65/2 പ്ലസ് ആൽഫ ബൈ ബീറ്റ സൈൻ ഇൻവേഴ്സ് 12/13. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന ഏരിയ. അപ്പോൾ അത് നോക്കി, ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്തേ. ഈ ഒരു പോർഷൻ കറക്റ്റ് അല്ലേ? സെയിം ആയിട്ടല്ലേ വന്നിരിക്കുന്നത്? നോക്കിക്കേ. ദെൻ ഇവിടെയും കറക്റ്റ് അല്ലേ? ദെൻ ഇവിടെയും കറക്റ്റ് അല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്? അപ്പം ആൽഫ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടൂടാ? ആൽഫ എന്ന് പറയുന്നത് നമുക്ക് 169 എന്ന് മനസ്സിലാക്കാം. ബീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ്? 2 ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ 169 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 171 എന്ന് കിട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ ഇതിൻ്റെ ആൻസർ.